വളരെ തെറ്റായ നടപടിയാണ്. ആദിവാസി സമൂഹത്തിന് ന്യായമായി കിട്ടേണ്ട ഭൂമി കൊടുക്കാതിരിക്കുന്ന എന്ത് മര്യാദകേടാണ്. കളക്ടർ എഴുതി തന്ന രേഖയാണ് എൻ്റെ കയ്യിലുള്ളത്. കളക്ടർ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, ഇവർക്ക് ഭൂമി കൊടുക്കാം. 26/7/2000 ഓർഡർ പ്രകാരം ഈ ഭൂമി അവർക്ക് നൽകാം എന്ന് എഴുതി കൊടുത്തിരിക്കുക കളക്ടർ. 4/11/24 എത്രയായി? ഒരു മര്യാദയില്ലാത്ത കാര്യമാണ്. അടിയന്തരമായി അവരുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാകണം. അതിന് ഗവൺമെൻറ് മുൻകൈ എടുക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്കായിരുന്നു എൻ്റെ കത്ത് കൊടുത്തു. വളരെ മോശമാണ്. ബിന്ദുവിൻ്റെ നേതൃത്വത്തിൽ ഇത്ര ദിവസമായി ഈ സമരം നടത്തി. 324 ദിവസം ITDP ഓഫീസിൽ, ഇവിടെ ഇപ്പോൾ 24 ദിവസം. ഈ പാവങ്ങൾ ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തതുകൊണ്ടല്ലേ ഇവിടെ ഈ സമരം നടക്കുന്നത്? ഇവരുടെ ഈ കാര്യത്തിൽ കളക്ടർ കൊടുത്ത് ഉറപ്പ് പാലിക്കാത്തത്. അതുകൊണ്ട് ഇതിനകത്ത് ഒരു രാഷ്ട്രീയവും ഈ പാവങ്ങൾ നടത്തുന്ന ഈ സമരത്തോടെ ഗവൺമെൻറ് അനുഭാവപൂർവ്വമായി പരിഗണിച്ച് ഭൂമി കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. തെരഞ്ഞെടുപ്പ് അടക്കമല്ല ആ സാഹചര്യത്തിൽ ഇത് അവിടെ ചർച്ച വന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ചർച്ച ചെയ്ത് തെരഞ്ഞെടുപ്പിന് വേണ്ടിയല്ല, ഈ പാവങ്ങളുടെ ജീവിതത്തിന് വേണ്ടിയാണ്. പക്ഷെ സ്വാഭാവികമായും ഇവർ നിലമ്പൂരുകാരായതുകൊണ്ട് അത് അവർ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം തന്നെയാണ്. വാസുവേട്ടൻ്റെ പേരിൽ UAPA ചുമത്തണം. വാസു ആണ് ഈ കുഴപ്പമെല്ലാം ഉണ്ടാക്കുന്നത്. അദ്ദേഹം അർബൻ നക്സലാണ് എന്നെല്ലാം പറഞ്ഞിട്ട് എനിക്കൊരു റിപ്പോർട്ട് വന്നു. അദ്ദേഹത്തിന് എനിക്കൊരു റിപ്പോർട്ട് സ്പെഷ്യൽ ബ്രാഞ്ച് തരുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ UAPA ചുമത്തണം. ഞാൻ ആഭ്യന്തര മന്ത്രിയാണ്. എനിക്ക് വാസുവിനെ അറിയാം, വാസുവേട്ടനെ അറിയാം. കോഴിക്കോടൊക്കെ പണ്ട് വിദ്യാർത്ഥി കാലഘട്ടത്തിൽ പോയപ്പോഴൊക്കെ എനിക്ക് യൂത്ത് കോൺഗ്രസ് കാലഘട്ടമൊക്കെ എനിക്കറിയാം. ഞാൻ പറഞ്ഞു അദ്ദേഹം അങ്ങനെ സമൂഹത്തിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുകയും ജയിലിൽ നിരാകാരമൊക്കെ അനുഷ്ഠിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. UAPA 95 വയസ്സുണ്ട്, 90 വയസ്സുണ്ടാകും. UAPA 90 അടുക്കുന്നു. അന്ന് UAPA ചുമത്തേണ്ട ആവശ്യമില്ലാന്ന് ഞാൻ പറഞ്ഞു. പോലീസിന് ശക്തമായ നിർദ്ദേശം ഞാൻ പറഞ്ഞു. ഒരു കാരണവശാൽ ഈ പാവത്തിൻ്റെ പേരിൽ UAPA അതാണ് അദ്ദേഹം അനുസ്മരിച്ചത്. അതുകൊണ്ട് പിന്നെ ആഭ്യന്തരമന്ത്രിയുടെ നിർദ്ദേശം കാരണം അതുകൊണ്ട് ചുമത്തിയില്ല. കാരണം വസ്തുത അതാണ്. അദ്ദേഹം സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും വേണ്ടി പോരാടുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ അർബൻ നക്സലൈറ്റായിട്ടൊന്നും നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് അത് പിന്നെ ജയിലടച്ചത്. ഈ ആശമാർ നിലമ്പൂരിലേക്ക് എത്തിയിരിക്കുകയാണ്. അവർ LDF പ്രചാരണം നടത്തുന്നതാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അത് ഏത് രീതിയിൽ? ആശമാർക്കൊരു നീതിയും കിട്ടുന്നില്ല. ഈ ആദിവാസികളെ പോലെ തന്നെയാണ്. അവരുടെ സമരത്തോട് ഗവൺമെൻറ് ഒരു അനുഭവം കാണിക്കും. ആശമാരുടെ സമരം ന്യായമാണ്. അവരുടെ പ്രശ്നം പരിഹരിക്കണം. ഗവൺമെൻറ് 1 രൂപയെങ്കിലും കൂട്ടിക്കൊടുക്കാൻ തയ്യാറാകണം. ഒന്നും ചെയ്യാനില്ല. അവരോട് ആക്ഷേപം മാത്രമാണ് അവരെ ചൊരിയുന്നത്. അതുകൊണ്ട് അവർ നടത്തുന്ന സമരത്തിൽ ഞങ്ങൾ പിന്തുണ പ്രഖ്യാപിച്ചത് ഞങ്ങളുടെ പാർട്ടിയുടെ സമരവും. പക്ഷേ ആ ന്യായമായ സമരത്തോട് ഞങ്ങളുടെ അനുഭവം പ്രകടിപ്പിച്ചതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ അവരോട് അല്ല, ഗോവിന്ദ മാസ്റ്ററുടെ ആ അഭിപ്രായം വളരെ തെറ്റായ ഒന്നാണ്. ഇത് രാഷ്ട്രീയത്തിന് അതീതമായി ജീവിക്കാൻ വേണ്ടിയുള്ള സമരമാണ്. ആ സമരത്തെ തള്ളിക്കളയാനും ആക്ഷേപിക്കാനും CPM മുന്നോട്ട് വരുന്നത് വളരെ തെറ്റായിരുന്നു. അത് ഞങ്ങൾ അംഗീകരിക്കുന്നു. ജോർജ് പറഞ്ഞത് ആശമാർക്കൊപ്പമാണ് സർക്കാരിനൊപ്പമാണ് ആശമാർ. എന്നിട്ട് എന്താ ഒന്നും ചെയ്യാത്ത? അവർക്കൊന്നും ചെയ്തു കൊടുക്കുന്നില്ലല്ലോ. മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും വിചാരിച്ചാൽ 1 മണിക്കൂർ കൊണ്ട് തീരാവുന്ന കാര്യമേ ഉള്ളൂ. ഈ ആശാവർക്കർമാർ സ്ത്രീകളെ എത്ര നാളായി സമരം ചെയ്യുന്നു. അവർക്ക് 1 രൂപ പോലും കൂട്ടിക്കൊടുക്കാൻ തയ്യാറാവുന്നത്. ഈ പാവങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ നടത്തുന്ന ഈ സമരത്തോട് ഇത്രയും വലിയ അവഗണന കാണിച്ച മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ഇത്തരം വാക്കുകൾ പറയുന്നത് എത്ര നിരർത്ഥകമാണ്. അതുകൊണ്ട് ആശമാരുടെ ന്യായമായ ആവശ്യം പരിഹരിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട് സേവനം നടത്തുന്നവരാണ്. അവരെ സഹായിക്കണം. എന്തിനാണ് അവരുടെ ഈ അവഗണന, ഈ ക്രൂരത? അതുകൊണ്ട് ഈ ക്രൂരത അവസാനിപ്പിക്കുമെന്നാണ് ഈ സൈബർ ആക്രമണം ആരുടെ പേര് നടത്തിയാലും തന്നെ ഏറ്റവും കൂടുതൽ സൈബർ ആക്രമണം നേരിട്ടൊരാൾ ഞാനാണ്. എനിക്ക് ഇപ്പോഴും ഞാനൊരു പോസ്റ്റ് ഇട്ടാൽ 100 കണക്കിന് സഖാക്കൾ വന്ന് എന്നെ ആക്ഷേപിക്കും. അപ്പം നിലമ്പൂർ ആയിഷ മാത്രമല്ല, ഞങ്ങളെപ്പോലുള്ള ആളുകളെ ഇതുപോലെ സൈബർ ആക്രമണം നടത്തുന്നതിനെയും എന്തുകൊണ്ടാണ് ഗോവിന്ദ മാഷ് നിർത്താത്തത്? ഞങ്ങളെയൊക്കെ എന്നും ആക്ഷേപിക്കുകയല്ല. നമ്മൾ നല്ല കാര്യം പറഞ്ഞാലും അതിനിടയിൽ താഴെ വന്ന് CPMൻ്റെ സഖാക്കൾ, സൈബർ ഗുണ്ടകൾ ഞങ്ങളെ ആക്ഷേപിക്കുക. നിലമ്പൂർ ആയിഷയ്ക്കെതിരെ നടത്തിയതും തെറ്റാണ്. ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് എതിരെ നടത്തുന്ന സൈബർ ആക്രമണം തെറ്റാണെന്ന് പറയാനുള്ള ആർജവം CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി കാണിക്കണം. ഏകപക്ഷീയമായി അദ്ദേഹം പറഞ്ഞത് ശരിയായി.